സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ കണ്ണൂർ വിഷൻ പുറത്തുവിട്ട രണ്ട് പേരുകളായിരുന്നു ജയന്തി രാജന്റെയും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയുടെയും. രണ്ട് പേരുകളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റാണ് അബ്ദുൽ കരീം ചേലേരി. വനിതാ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ജയന്തി രാജൻ. പ്രതീക്ഷകൾ ഒന്നും തെറ്റിയില്ല. അഴീക്കോട് തിരിച്ചുപിടിക്കാൻ UDF ദൗത്യം ഏൽപ്പിച്ചത് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയെ. 4 വർഷത്തോളമായി അഴീക്കോടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് അബ്ദുൽ കരീം ചേലേരി. ഇത്തവണ കരീം ചേലേരി അഴീക്കോട് മത്സരിക്കുമെന്ന് ആദ്യം വാർത്ത നൽകിയത് കണ്ണൂർ വിഷൻ. ജില്ലാ കമ്മിറ്റിയുടെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് കണ്ണൂർ വിഷൻ അന്ന് പുറത്തുവിട്ടത്. കോൺഗ്രസിന്റെ ഉറച്ച പിന്തുണയും അബ്ദുൽ കരീം ചേലേരിക്കുണ്ടായിരുന്നു. പുറത്തുനിന്ന് സ്ഥാനാർത്ഥി വേണ്ടെന്ന വികാരമായിരുന്നു പാർട്ടി പ്രവർത്തകർക്ക് ആകെ. ആ വികാരം സംസ്ഥാന നേതൃത്വവും ഉൾക്കൊള്ളുകയായിരുന്നു. കൂത്തുപറമ്പിൽ ലീഗിനായി വനിതാ സ്ഥാനാർത്ഥി എത്തുമെന്നും ആദ്യം വാർത്ത നൽകിയത് കണ്ണൂർ വിഷൻ തന്നെ. മുസ്ലിം ലീഗിന്റെ വനിതാ മുഖങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയയാണ് ജയന്തി രാജൻ. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ജയന്തി രാജൻ. വയനാട് സ്വദേശിയായ ജയന്തി രാജൻ 2011 മുതൽ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. 2 വനിതകൾക്കാണ് ഇത്തവണ മുസ്ലിം ലീഗ് സീറ്റ് നൽകിയത്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.